ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മസാലപ്പുട്ടാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇളം ചൂടുവെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് കുതിരാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാം. അതിന് ഒരു മീഡിയം സൈസ് സവാളയും 1 തണ്ട് കറിവേപ്പിലയും അല്പം ചതച്ച മുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് കുറച്ചെണ്ണ മതി ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാല, അതായത് ആ ചതച്ച മുളകും ആ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഇങ്ങനെ പുട്ടുണ്ടാക്കിയാൽ എത്ര പുട്ടിഷ്ടമില്ലാത്തവരും കഴിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. വേറെ ഇതിൻ്റെ കൂടെ കടലയോ പപ്പടമോ പഴമോ ഒന്നും തന്നെ വേണ്ട, നമുക്കിത് കഴിക്കാൻ പറ്റും. അങ്ങനെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ മസാല നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ പുട്ടുപൊടിയിലേക്ക് ചേർത്ത് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും 1/2 കപ്പ് തേങ്ങയും ചേർത്ത് നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കാം. ഈ പുട്ടുപൊടി ഞാൻ പാതി എടുത്ത് അല്പം പാൽപ്പുട്ട് കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കണം. ഇങ്ങനെയൊക്കെ പുട്ടുണ്ടാക്കി കൊടുത്താൽ എത്ര പുട്ട് ഇഷ്ടമില്ലാത്തവരും കഴിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.